സംസ്ഥാന ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 20 മുതൽ 22 വരെ കാലിക്കടവിലും തൃക്കരിപ്പൂരിലുമായി നടക്കും. ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിൽ നിന്നുമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 600 പേർ പങ്കെടുക്കും. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. വേൾഡ് ബേസ്ബോൾ ആൻഡ് സോഫ്റ്റ്ബോൾ കോൺഫെഡറേഷന്റെ കീഴിൽ അമേച്വർ ബേസ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തിലാണ് കേരളത്തിൽ 2 പതിറ്റാണ്ടായി ബേസ്ബോൾ സജീവമായിട്ടുള്ളത്. സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അംഗീകാരമുള്ള ബേസ്ബോളിന്റെ സബ് ജൂനിയർ വിഭാഗത്തിൽ ആദ്യമായാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലും കാലിക്കടവിലുമായി നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ടീമുകൾ മാറ്റുരയ്ക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ നിന്നും ദേശീയ മത്സരത്തിലേക്കുള്ള സംസ്ഥാന ടീമിന്റെ തെരഞ്ഞെടുപ്പും നടക്കും. 3 ദിവസം നീളുന്ന ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 20 വൈകുന്നേരം 3 കാലിക്കടവ് മൈതാനത്ത് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ പി രഘുനാഥ് മുഖ്യാതിഥിയായിരിക്കും. ഫെബ്രുവരി 22 വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്നുമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഒഫീഷ്യൽസും ഉൾപ്പെടെ ചാമ്പ്യൻഷിപ്പിൽ 600 പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാസർഗോഡ് ജില്ല ഈ ചാമ്പ്യൻഷിപ്പ് പ്രാവശ്യത്തെ സംസ്ഥാന ജൂനിയർ സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ചാമ്പ്യൻഷിപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് ഹോസ്റ്റ് ചെയ്തത്. റംസാൻ മാസത്തിലാണ് ഇത് നടക്കുന്നതെന്നെങ്കിലും അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളത് നീട്ടിവെക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ സ്കൂൾ എക്സാമും അതൊക്കെ പിന്നെ കാലാവസ്ഥ ചൂട് കൂടുന്നതൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാർച്ച് അവസാനത്തിന് മുമ്പ് ഈ ചാമ്പ്യൻഷിപ്പുകൾ തീർക്കണമെന്നുള്ള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം പി അശോകൻ, ബേസ്ബോൾ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KPCC മുഹമ്മദ് കുഞ്ഞി, സെക്രട്ടറി AGC ഹംലാദ്, സംഘാടക സമിതി കൺവീനർ കരീം ചന്ദേര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നവർക്കായി ഫെബ്രുവരി 21 വൈകുന്നേരം കാലിക്കടവിൽ ഇഫ്താർ സംഗമം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.